ഓക്കെ, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ്. സോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് നമുക്ക് ഫോർമാറ്റ് വരച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നോട്ട്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് അക്കൗണ്ടിലെ ബാലൻസസ് മാത്രം എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാം. സോ നമുക്ക് എന്ത് നേരിട്ട് ആ നോട്ട്സ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അണ്ടറിൽ പ്രധാനമായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ്, ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്. അസറ്റിലെ തന്നെ നമുക്ക് കറന്റ് അസറ്റും ഫിക്സഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന്. സോ നമ്മൾ ആദ്യം അസറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസറ്റ് നമുക്കറിയാം, മുൻപ് പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് അസറ്റുകൾ ഉണ്ടല്ലേ, ഫിക്സഡ് അസറ്റ്, അതുപോലെ തന്നെ കറന്റ് അസറ്റ്. ദെൻ എന്ത് ചെയ്യും, നമ്മൾ കറന്റ് അസറ്റ്, സോ ആദ്യം നമ്മൾ ഫിക്സഡ് അസറ്റ് എഴുതും, അഥവാ നോൺ കറന്റ് അസറ്റ്. നോൺ കറന്റ് അസറ്റ് അതിനകത്ത് നമുക്കറിയാം ആദ്യം നമ്മൾ എഴുതുന്നത് ഏതാണ് ഐറ്റം, പ്ലാന്റ്, പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലെ. ഇതിനകത്ത് നമുക്ക് 2-3 ഐറ്റംസ് എഴുതാനുണ്ട്. സോ ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു, ഫാക്ടറി പ്രിമൈസസ്. സോ ഫാക്ടറി പ്രിമൈസസ് ആണ് നമ്മൾ ആദ്യം എഴുതുന്ന ഐറ്റം, ഫാക്ടറി പ്രിമൈസ്. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എമൗണ്ട് എഴുതണം. ആൻഡ് അതിന് ഏത് ലെസ് ചെയ്യാനുണ്ട്, ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ്മെന്റ് നോക്കി നമുക്കറിയാം അവിടെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. സോ ഡിപ്രീസിയേഷൻ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാനുണ്ട്. സോ ടോട്ടൽ എമൗണ്ട് 4,50,000. അതിനെന്ത് ചെയ്യണം, ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 3% ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. സോ 3% വരുന്നത് 13,500, 13,500 ആണ്. ഇത് ബാലൻസ് എമൗണ്ട് വരുന്നത് 4,36,500 രൂപ. നെക്സ്റ്റ് രണ്ടാമത്തെ അസറ്റ് ഉണ്ട്, അസറ്റ് ഈസ് മെഷീനറി. മെഷീനറിന്റെ എമൗണ്ട് തന്നിട്ടുള്ളത് 3,49,000, 3,49,160. പിന്നെ എന്ത് ചെയ്യണം, അതിന് ലെസ് 15% ഡിപ്രീസിയേഷൻ, 15% എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ നോക്കാം. സോ 52,374 ആണ്. ആൻഡ് 15% ഡിപ്രീസിയേഷൻ. സോ എമൗണ്ട് വരുന്നത് ബാക്കി 2,96,786. ഫൈനലി ഒരു ഐറ്റം കൂടി നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ്, ദാറ്റ് ഈസ് മോട്ടോർ ലോറീസ് അല്ലെ, മോട്ടോർ ലോറീസ് പറയുന്നുണ്ട്. സോ അതിന്റെ എമൗണ്ട് തന്നിട്ടുള്ളത് 73,000. ഇതിന്റെ മുകളിൽ എന്തുണ്ട്, ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് 20% ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് 14,600. അങ്ങനെയാണെങ്കിൽ ബാലൻസ് വരുന്നത് 58,400 രൂപ. 58,400 രൂപ. ഇതെല്ലാം കൂടി നമുക്ക് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഒറ്റ ഹെഡിനകത്തുള്ള കാണിക്കുന്നത്. സോ ടോട്ടൽ എമൗണ്ട് വരുന്നത് 7,91,686. ഇനി എന്ത് ചെയ്യണം, നോൺ കറന്റ് അസറ്റിലെ ഒന്നാമത്തെ പ്ലാന്റ്, പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്സ് കാണിച്ചു. ഇനി അതിൽ തന്നെ നമുക്കൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് പറയുന്നുണ്ട് അല്ലെ. ഇൻടാഞ്ചിബിൾ അസറ്റ് പറയുന്നുണ്ട് ഏത്, പാറ്റന്റ്. സോ പാറ്റന്റ് ആണ് മറ്റു ഇനി പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്. പാറ്റന്റ് എമൗണ്ട് ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നില്ല. സോ ടോട്ടൽ എമൗണ്ട് നമുക്ക് നേരിട്ട് 15,000 അതിന്റെ എമൗണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഫിക്സഡ് അസറ്റ്സ് ഒന്നുമില്ല. ഇനിയുള്ളത് കറന്റ് അസറ്റ്സ് ആണ്. സോ കറന്റ് അസറ്റ്സിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇൻവെന്ററി. സോ ഇൻവെന്ററി അഥവാ സ്റ്റോക്ക് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഈ ഒരു ക്വസ്റ്റിന് പറയുന്ന എമൗണ്ട് 1,14,600, 1,14,600. സോ നമ്മൾ ഇൻവെന്ററി കാണിച്ചത്. നെക്സ്റ്റ് പിന്നെ പറയുന്ന കറന്റ് അസറ്റ് വരുന്നത് ട്രേഡ് റെസീവബിൾ. ട്രേഡ് റെസീവബിൾ ആണ് പിന്നെ പറയുന്നത്. സോ ട്രേഡ് റെസീവബിൾ അണ്ടറിൽ വരുന്നത് എന്താണ്, ഡെപ്റ്റേഴ്സ് അല്ലെ. നമുക്ക് ഇനി കിട്ടാനുള്ള ക്യാഷ് ആണ്. സോ കിട്ടാൻ ഇനി എത്ര ക്യാഷ് ഉണ്ട്, നമ്മൾ ബാഡ് ഡെപ്റ്റ് അഥവാ ആദ്യം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ബാഡ് ഡെപ്റ്റ് കഴിഞ്ഞാൽ 1,21,000. അത് നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന എമൗണ്ട് അല്ല, 1,21,780 അല്ലെ. ഇതിൽ നിന്ന് അഗൈൻ എന്ത് ചെയ്യുന്നുണ്ട്, വർഷാവസാനം വീണ്ടും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അഥവാ ക്വസ്റ്റ്യന് താഴെ പറയുന്നുണ്ട് എന്ത്, ഒരു 10,200 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഗൈൻ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. സോ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്കത് ലെസ് ചെയ്യാം. ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യാം 1,200 രൂപ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അഗൈൻ ലെസ് ചെയ്യുന്നുണ്ട്. സോ ബാക്കി എമൗണ്ട് എത്ര ആയിരിക്കും, 1,11,580. 1,11,580 രൂപയാണ് എന്ത് നമുക്ക് ഡെപ്റ്റേഴ്സ് ഇനി കിട്ടാനുള്ളത്. ബിക്കോസ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ആ റേറ്റും കൂടി എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നുണ്ട്. സോ അസറ്റിലെ ഐറ്റംസ് കഴിയുന്നില്ല. ഇനി നമുക്ക് കറണ്ട് അസറ്റ്സ് എഴുതാൻ ബാക്കി ഐറ്റംസ് നോക്കാം. ഇനി എഴുതാനുള്ളത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് ഇൻ ബാങ്ക് എന്ന് പറയുന്നുണ്ട്. സോ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് ഇൻ ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 68,500. 68,500. then ഒരു ഐറ്റം കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് അഡ്വാൻസ് ടാക്സിന്റെ റെന്റ് ആൻഡ് ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ അഡ്വാൻസ് ടാക്സ് മുൻപ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, അതർ കറന്റ് അസറ്റ്. അതർ കറന്റ് അസറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ റേറ്റ് ട്രീറ്റ് ചെയ്യാം. റെന്റ് ആൻഡ് ടാക്സ്
പെയ്ഡ് ഇൻ അഡ്വാൻസ്. പെയ്ഡ് ഇൻ അഡ്വാൻസ് മീൻസ് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് മുൻപ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാനുള്ള വർഷങ്ങളിൽ നമുക്ക് ഈ എമൗണ്ട് പേ ചെയ്യാനുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? ഈ എമൗണ്ട് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി എമൗണ്ട് പേ ചെയ്താൽ മതി. സോ ഒരു അഡ്വാൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രീപെയ്ഡിന്റെ കേസ് പറയുന്നത് പോലെ തന്നെ ഒരു അഡ്വാൻസ് ആയിട്ട് നമുക്ക് അവിടെ എടുക്കുന്നുണ്ടില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ഇനി എക്സാക്ട് എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ലെസ് ചെയ്യാം. സോ ഇനി അഡ്വാൻസ് എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അതർ കറന്റ് അസറ്റിൽ കാണിക്കാം. സോ എമൗണ്ട് തന്നിട്ടുള്ളത് 7,980. 7,980. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയാണ് നമുക്ക് അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നിട്ടുള്ളത്. ഇനി എന്ത് ക്വസ്റ്റ്യന്റെ ക്രെഡിറ്റ് സൈഡ് നോക്കാം. അവിടെ പറയുന്ന ലയബിലിറ്റീസ് നമുക്ക് ഇക്വിറ്റി, നോൺ കറന്റ് ലയബിലിറ്റി ആൻഡ് കറന്റ് ലയബിലിറ്റീസ് ആയിട്ട് സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയിൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇക്വിറ്റി ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. സോ ഇക്വിറ്റിയിൽ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനെ യാതൊരു രീതിയിൽ അത് ബാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കാണിക്കാം വർക്കിംഗ് നോട്ടിൽ. സോ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറയുന്നത് 10 lakh അല്ലെ? അഥവാ ക്വസ്റ്റ്യൻ ആ ഒരു കമ്പനിക്ക് മാക്സിമം റൈസ് ചെയ്യാവുന്ന ക്യാപിറ്റലാണ് 10 lakh. ഇനി എന്ത് ചെയ്യാം? അതിൽ നിന്ന് നമ്മൾ ഈ ഒരു വർഷത്തെ എത്ര പെയ്ഡപ്പ് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ എത്ര പെയ്ഡപ്പ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ട് അത് നോക്കണം. സോ പെയ്ഡപ്പ് ക്യാപിറ്റൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് 60,000 ഷെയർസ് ആണല്ലേ? ഈ പറഞ്ഞ ടോട്ടൽ ഷെയർ 60,000 ഷെയർസ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. സോ പെയ്ഡപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 6 lakh. സോ ഈ എമൗണ്ട് നമുക്ക് വേണമെന്നില്ല. ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാനുള്ള എമൗണ്ട്. സോ 6 lakh നമ്മളെ ഇക്വിറ്റി ഷെയർ ഉണ്ട്. അവിടെ ഒരു ഷെയർ കൂടി ഉണ്ടല്ലോ. അഥവാ ഏത്? പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ ഏതിന് വരില്ല? ഇക്വിറ്റി ഷെയറിൽ വരും. ബിക്കോസ് ഇക്വിറ്റി മീൻസ് എന്താണ്? അത് കമ്പനിയുടെ ഓണേഴ്സുമായി റിലേറ്റഡ് ആണ്. നമുക്ക് ഈ പ്രിഫറൻസ് ഷെയർ പിന്നീട് നമ്മൾ കാണിക്കുന്നുണ്ട്. സോ ഇക്വിറ്റി കഴിഞ്ഞാൽ എന്തുണ്ട്? അതർ ഇക്വിറ്റി. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും ഇക്വിറ്റീസ് നമ്മൾ കൊടുക്കാനുണ്ടോ നോക്കണം. സോ അതർ ഇക്വിറ്റി നോക്കാം. അതർ ഇക്വിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റം എന്താണ്? റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് ആണ് അതർ ഇക്വിറ്റിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം. സോ റിസർവുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഐറ്റം ഉണ്ടോ നമുക്ക് ആദ്യം? റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. സോ ആദ്യം റിസർവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നോക്കാം. ക്വസ്റ്റ്യന്റെ ക്രെഡിറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് ഒരു സ്റ്റാഫ് ബെനവലന്റ് ഫണ്ട്. അതായത് സ്റ്റാഫിന്റെ അവിടുത്തെ എംപ്ലോയീസിന്റെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മീൻസ് അവർക്ക് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് പല പർപ്പസിന് വേണ്ടി നമുക്ക് ഒരു ബോണസ് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഇൻസെന്റീവ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കാണിക്കാം. സോ നമ്മൾ റിസർവ് എന്നുള്ള ഹെഡിങ് കണ്ടിട്ട് കാണിക്കാം. ദാറ്റ് ഈസ് സ്റ്റാഫ് ബെനവലന്റ് ഫണ്ട്. സോ സ്റ്റാഫ് ബെനവലന്റ് ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിസർവ് ആൻഡ് സർപ്ലസിനാണ് ആദ്യത്തെ ഐറ്റം. ദാറ്റ് ഈസ് 17,900. 17,900 രൂപയാണ് സ്റ്റാഫ് ബെനവലന്റ് ഫണ്ടുകൾ. ഇനി എന്ത് ചെയ്യണം? സർപ്ലസ് ഉണ്ടോ നോക്കണം അല്ലെ? സർപ്ലസ് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ബാലൻസ് ഉണ്ടോ നോക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് നേരിട്ട് സർപ്ലസ് ബാലൻസ് എന്ന് പറഞ്ഞ് തരുന്നുണ്ടല്ലേ? ഓപ്പണിംഗ് ബാലൻസ് എത്ര? 16,240. സോ ഓപ്പണിംഗ് ബാലൻസ് കാണാം. അതിനോട് കൂടി കറണ്ട് ഇയറിലെ ബാലൻസ് ആഡ്. ഓപ്പണിംഗ് ബാലൻസ് 16,240 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അതിനോട് കൂടി കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് അല്ലെ? പ്രോഫിറ്റ് ഈ വർഷത്തെ എത്രയാണ്? 43,410. 43,410. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടിട്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള അപ്രോപ്രിയേഷൻസ് ഉണ്ടോ നോക്കണം. അപ്പൊ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട് നമ്മളോട് ഇഗ്നോർ ടാക്സ് ആൻഡ് ട്രാൻസ്ഫർ ടു റിസർവ് അല്ലെ? നമ്മൾ ടാക്സും കൊടുക്കുന്നില്ല ആൻഡ് ആൾസോ നമ്മൾ റിസർവിലേക്ക് ഒന്നും മാറ്റി വെക്കുന്നില്ല. സോ പ്രോഫിറ്റ് നമുക്ക് റിസർവിലേക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും മാറ്റി വെക്കാനില്ല. പക്ഷെ ഏതുണ്ടോ നോക്കണം? ഡിവിഡൻഡ് ഉണ്ടോ നോക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ പോലെയല്ല ഡിവിഡൻഡ് കൊടുക്കുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 2 ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. ഒരെണ്ണം പ്രിഫറൻസ് ഷെയറും മറ്റൊന്ന് ഇക്വിറ്റി ഷെയറും അല്ലെ? പ്രിഫറൻസ് ഷെയറിന്റെ ഡിവിഡൻഡ് നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ട്? ക്വസ്റ്റ്യന്റെ നമ്മുടെ പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസ് കോസ്റ്റിന് അണ്ടറിൽ കാണിക്കുന്നുണ്ട്. സോ ഇനി എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയറിന്റെ ഡിവിഡൻഡ് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു സർപ്ലസിന് ലെസ് ചെയ്യണം. സോ എമൗണ്ട് നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 15,000 അല്ലെ? നമുക്ക് ടോട്ടൽ പ്രോഫിറ്റിന് ഏത് ലെസ് ചെയ്യണം? ലെസ് ഡിവിഡൻഡ് എമൗണ്ട് എന്നുള്ളത് 15,000. സോ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അവിടെ ഏതുണ്ടായിരിക്കും? CDT ഉണ്ടായിരിക്കും. സോ CDT വിൽ ബി 15,000 ഡിവൈഡഡ് ബൈ 85 into 100 is equal to കിട്ടിയ എമൗണ്ടിനെ എന്ത് ചെയ്യുക? ഇൻറ്റു 17.47 പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് 3,083 രൂപ. 3,083 രൂപ. സോ ടോട്ടൽ പ്രോഫിറ്റിന് ഇത് രണ്ടും ലെസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ബാക്കി എമൗണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. സോ ബാക്കി എമൗണ്ട് വരുന്നത് 41,567. സോ റിസർവ് ആൻഡ് സർപ്ലസിനെ ആണെങ്കിൽ നമുക്ക് റിസർവ് ആയിട്ട് 17,900 ആൻഡ് സർപ്ലസ് ആയിട്ട് 41,567. സോ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 59,467 രൂപ എന്ത് ചെയ്യും? ടോട്ടൽ റിസർവ് ആൻഡ് സർപ്ലസിന് അണ്ടറിൽ വരും. സോ ഇക്വിറ്റി ആൻഡ് അതർ ഇക്വിറ്റീസ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോൺ കറന്റ് ബാക്കിയുള്ള നോൺ കറന്റ് ലയബിലിറ്റീസും കറന്റ് ലയബിലിറ്റീസും കാണിക്കാനുണ്ട്. സോ നെക്സ്റ്റ് അത് നോക്കാം.
Then equities കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ് നോൺ കറന്റ് അസറ്റ് ലയബിലിറ്റീസ് ആണ്. അതർ നോൺ കറന്റ് ലയബിലിറ്റീസ്. സോ അതർ നോൺ കറന്റ് ലയബിലിറ്റീസ് നമുക്ക് എഴുതാനുള്ളത് ലോൺ, ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഏതുണ്ട് നമുക്ക് പ്രിഫറൻസ് ഷെയർ ഉണ്ടല്ലേ. അതായത് 30,000 പ്രിഫറൻസ് ഷെയർ പറയുന്നുണ്ട്. 7% പ്രിഫറൻസ് ഷെയർസ് അല്ലെ എത്ര at ₹10 each 10 രൂപ വാല്യൂ ഉള്ള പ്രിഫറൻസ് ഷെയർ ഉണ്ട്. സോ ടോട്ടൽ എമൗണ്ട് എത്ര ആയിരിക്കും 3 lakh നമുക്ക് പ്രിഫറൻസ് ഷെയർ വരുന്നുണ്ട്. Then ഇനി എന്ത് മറ്റു ലോണോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഒന്നും ഇല്ല. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് കറന്റ് ലയബിലിറ്റീസിന് അണ്ടറിൽ മറ്റെന്തെങ്കിലും ഐറ്റംസ് നോക്കാം. സോ കറന്റ് ലയബിലിറ്റീസ് നെക്സ്റ്റ് കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ കറന്റ് ലയബിലിറ്റീസ് നമ്മൾ ആദ്യം എഴുതുന്നത് അതർ കറന്റ് ലയബിലിറ്റീസ് എഴുതാം. അതർ കറന്റ് ലയബിലിറ്റീസ്. സോ അതർ കറന്റ് ലയബിലിറ്റീസ് നമ്മൾ എഴുതുന്ന ഒന്നാമത്തെ ഐറ്റം അക്രൂഡ് വേജസ് മീൻസ് എന്താണ് വേജസ് മീൻസ് കൂലിയാണല്ലേ. അത് അക്രൂഡ് ആണെന്ന് പറഞ്ഞാൽ അത് തന്നിട്ടുള്ളത് എവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യന്റെ ക്രെഡിറ്റ് സൈഡാണ്. സോ ഒന്നുകിൽ ഇൻകം അല്ലെങ്കിൽ ലയബിലിറ്റി. സോ വേജസ് ഒരിക്കലും നമുക്ക് ഇൻകം അല്ല, അത് ലയബിലിറ്റി ആണ്. നമ്മൾ ലയബിലിറ്റി മീൻസ് വേജസ് കൊടുക്കാണെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല. സോ അങ്ങനെ ഒരു ഐറ്റം പറയുന്നുണ്ട് ദാറ്റ് ഈസ് അക്രൂഡ് വേജസ്. എമൗണ്ട് വന്നിട്ടുള്ളത് 12,840 12,840. ഇനി രണ്ട് ഐറ്റംസ് എഴുതുന്നുണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ അതർ കറന്റ് ലയബിലിറ്റിയിൽ നമ്മൾ എഴുതാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് വെച്ചാൽ CDT ഓൺ പ്രിഫറൻസ് ഷെയർ. ഈ ഒരു ഐറ്റം നമ്മൾ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഡിവിഡന്റിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ 3 രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അഥവാ ഒന്നാമത്തെ കേസിൽ ഇക്വിറ്റി ഷെയർ മാത്രമുള്ളായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു ഇക്വിറ്റി ഷെയർ നമ്മൾ ആസ് യൂഷ്വൽ കാണിക്കുന്ന പോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് കാണിച്ചു അല്ലെ, പ്രോഫിറ്റിന്റെ ഒരു എമൗണ്ട് ലെസ് ചെയ്ത് അതേപോലെ തന്നെ CDT ലെസ് ചെയ്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു ഡിവിഡന്റിനെ പറ്റ ഇഗ്നോർ ചെയ്തു അല്ലെ. നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ ദി ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെ. ഫിനാൻഷ്യൽ റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ റിപ്പോർട്ടിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഇനിയുള്ളത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് അതിന്റെ മുകളിൽ ഡിവിഡന്റ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു ഡിവിഡന്റ് നമ്മൾ എവിടെയൊക്കെ കാണിച്ച് പ്രിഫറൻസ് ഷെയറിന്റെ മുകളിലുള്ള ഡിവിഡന്റ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിച്ച്. അതേപോലെ തന്നെ അതിന്റെ മുകളിലുള്ള CDT നമ്മൾ ഫിനാൻസ് കോസ്റ്റ് കാണിച്ച്. പിന്നീടുള്ളത് ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയറിന്റെ കേസിൽ നമ്മൾ ഡിവിഡന്റും CDT നമ്മൾ ഇവിടെ നിന്ന് ലെസ് ചെയ്തു, നമ്മുടെ സർപ്ലസിന് ലെസ് ചെയ്തു അല്ലെ. പിന്നുള്ളത് പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറാണ്. ഇക്വിറ്റി ഷെയർ നമ്മൾ ഇക്വിറ്റിയിൽ കാണിച്ച്, പ്രിഫറൻസ് ഷെയർ നോൺ കറന്റ് ലയബിലിറ്റിയിൽ കാണിച്ച്. ഇതിനൊക്കെ ഈ ഒരു CDT നമുക്ക് ഓൾറെഡി 2 തവണ കാണിച്ചിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയറിന്റെ CDT നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഇക്വിറ്റി ഷെയറിന്റെ CDT നമ്മൾ എവിടെയും കാണിച്ചിട്ടുണ്ട്, നമ്മളെ ബാലൻസ് ഷീറ്റിലെ സർപ്ലസിന് ലെസ്സൺ ചെയ്തിട്ടുണ്ട്. അഗൈൻ ആ 2 CDT നമ്മൾ വീണ്ടും കാണിക്കേണ്ടതുണ്ട്. അഥവാ ഒന്നാമത്തത് CDT ഓൺ പ്രിഫറൻസ് ഷെയർ നമ്മൾ കാണിക്കേണ്ടത് അതർ കറന്റ് ലയബിലിറ്റീസ്. മനസ്സിലാക്കാം CDT ഓൺ പ്രിഫറൻസ് ഷെയർ നമ്മൾ ആദ്യം ഒരിക്കൽ കൂടി കാണിക്കേണ്ടതുണ്ട് എവിടെ അണ്ടർ ദി ഹെഡ് അതർ കറന്റ് ലയബിലിറ്റീസ്. സോ നമ്മൾ മുൻപ് എത്ര എമൗണ്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് 4,316 രൂപ 4,316 രൂപ. ആ എമൗണ്ട് എന്ത് ചെയ്യാം നമ്മൾ അതർ കറന്റ് ലയബിലിറ്റിയിൽ കാണിക്കുക. അഥവാ CDT ഓൺ പ്രിഫറൻസ് ഷെയർ നമ്മൾ അതർ കറന്റ് ലയബിലിറ്റിയിൽ കാണിക്കാം. സോ ടോട്ടൽ എമൗണ്ട് അതർ കറന്റ് ലയബിലിറ്റീസിൽ ഈ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര ഉണ്ടാവും 17,156. ഇനിയുള്ളത് എന്താണ് പ്രൊവിഷൻ. ലാസ്റ്റ് നമ്മൾ എഴുതുന്നത് പ്രൊവിഷൻ. നമ്മൾ മുൻപ് ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അഥവാ CDT ഓൺ ഇക്വിറ്റി ഷെയർ അല്ലെ. ഇക്വിറ്റി ഷെയറിന്റെ മുകളിൽ അഥവാ ഇക്വിറ്റി ഷെയറിന്റെ മുകളിലുള്ള ഡിവിഡന്റിന്റെ മുകളിൽ CDT നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നുണ്ട് CDT നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സർപ്ലസിന് ഡിവിഡന്റ് ലെസ് ചെയ്യുന്നതോട് കൂടി CDT ലെസ് ചെയ്യുന്നുണ്ട്. അതേ CDT തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അഗൈൻ പ്രൊവിഷൻസിൽ കാണിക്കുന്നുണ്ട്. സോ ആ ഫസ്റ്റ് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത്തെ വീഡിയോ അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷന്റെ ഒന്നാമത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഇക്വിറ്റി ഷെയറിന്റെ ഡിവിഡന്റിനെ പറ്റിയും അതേപോലെ തന്നെ CDTയെ പറ്റി നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം ആ CDT ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ബിക്കോസ് ഇതിൽ എന്തുണ്ട് ഇക്വിറ്റി ഷെയർ ഉണ്ട്, ഇക്വിറ്റി ഷെയറിന്റെ മുകളിൽ CDT ഡിവിഡന്റ് ഒക്കെ ഉണ്ട്. സോ CDT ഓൺ ഇക്വിറ്റി ഷെയർ ഇവിടെ കാണിക്കണം അഗൈൻ പ്രൊവിഷൻസിൽ ആ കാണിക്കണം. സോ എമൗണ്ട് തന്നിട്ടുള്ളത് 3,083 രൂപ. സോ ഇതാണ് CDT ഓൺ ഇക്വിറ്റി ഷെയർ. സോ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് CDT ഓൺ പ്രിഫറൻസ് ഷെയർ ഇവിടെ കാണിക്കണം അണ്ടർ ദി ഹെഡ് അതർ കറന്റ് ലയബിലിറ്റീസ്. മീൻസ് നമ്മൾ എന്താണ് ഈ എമൗണ്ട് പേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം അല്ലെ. ബിക്കോസ് നമ്മൾ ഡിവിഡന്റ് പേ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിവിഡന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമാക്കി ഏത് കൊടുക്കൽ നിർബന്ധമാണ് CDT കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല അത് കൊടുത്തിട്ടില്ല. സോ കൊടുക്കാത്ത എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ലാബിലിറ്റി ആയിട്ട് ഒന്ന് അതർ കറണ്ടിലും മറ്റൊന്ന് പ്രൊവിഷൻസിലും കാണിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ വർക്കിംഗ് അഥവാ നോട്ട്സ് അക്കൗണ്ട് ഓൺ ബാലൻസ് ഷീറ്റ്. ഇനി എന്ത് ചെയ്യാം നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ പോവാം. നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ നോട്ട്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം ആ ഒരു നോട്ട്സ് അക്കൗണ്ടിൽ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കാം. സോ നമ്മൾ ആദ്യം അസറ്റ് സൈഡാണ് എഴുതുന്നത്. അസറ്റ് നമുക്കറിയാം എന്തിന്റെ ആദ്യമായിട്ട് കാണിക്കുന്നത് നോൺ കറന്റ് അസറ്റ് ആണല്ലേ. നോൺ കറന്റ് അസറ്റിന്റെ അണ്ടറിൽ ഫസ്റ്റ് ഐറ്റം പ്ലാന്റ്
പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്സ്. അപ്പൊ ഇതിന്റെ അണ്ടറിൽ നമുക്ക് കുറച്ച് 2-3 ഫിക്സഡ് അസറ്റുകൾ പറയുന്നുണ്ടായിരുന്നു. അഥവാ നമ്മുടെ ഫാക്ടറി പ്രിമൈസസ്, മെഷീനറീസ്, അതുപോലെ തന്നെ മോട്ടോർ ലോറി അങ്ങനെയുള്ള ഐറ്റംസ്. സോ അതെല്ലാം നമ്മൾ കണ്ട് ആൻഡ് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് അത് 3 കൂടി ടോട്ടൽ ചെയ്തതിന്റെ ബാലൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. സോ 3 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7,91,686. സോ നോൺ കറന്റ് അസറ്റിലെ ഒന്നാമത്തേത്. ഇതിന് അവിടെ ഇത് കൂടി ഉണ്ട്, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള പാറ്റന്റ് കൂടി ഉണ്ട് അല്ലേ. സോ പാറ്റന്റ് എമൗണ്ട് തന്നിട്ടുള്ളത് 15,000. അവിടെ ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ലായിരുന്നു, നമ്മൾ നേരിട്ട് ആ എമൗണ്ട് മാത്രമേ കാണിച്ചാൽ. സോ 15,000 അതുണ്ട്. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തില്ല, മറ്റ് ഫിക്സഡ് അസറ്റ്സ് ഒന്നുമില്ല. സോ കറണ്ട് അസറ്റ് ആണ് പിന്നീടുള്ളത്. സോ കറണ്ട് അസറ്റ് അല്ലെ, കറണ്ട് അസറ്റിൽ ആദ്യം ഒന്ന് കാണിച്ചത് ഏതാണ്, ഇൻവെന്ററി അഥവാ സ്റ്റോക്ക്. ഇൻവെന്ററി ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാലൻസ് ഷീറ്റിൽ മാത്രമേ 1% കാണിക്കുന്നുള്ളൂ. എമൗണ്ട് തന്നിട്ടുള്ളത് 1,14,600. പിന്നെ അതിൽ പിന്നീട് ഏതാണുള്ളത്, ട്രേഡ് റെസീവബിൾ അല്ലെ. ട്രേഡ് റെസീവബിൾ മീൻസ് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ വർഷത്തെ ബാഡ് ഡെപ്റ്റ് അഥവാ ക്വസ്റ്റിന് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുള്ള 10,200 ബാഡ് ഡെപ്റ്റ് ഒക്കെ ലെസ് ചെയ്തതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. സോ എമൗണ്ട് വന്നിട്ടുള്ളത് 1,11,580. അത് കഴിഞ്ഞാലുള്ള അടുത്തൊരു ഐറ്റം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. കറണ്ട് അസറ്റിൽ അതർ ഐറ്റമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. സോ എമൗണ്ട് വന്നിട്ടുള്ളത് 68,500. ലാസ്റ്റ് ഐറ്റം അതർ കറണ്ട് അസറ്റ്സ്. അതർ കറണ്ട് അസറ്റ്. സോ അതർ കറണ്ട് അസറ്റ് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ വർക്കിംഗ് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 7,980. സോ ഇത്രയാണ് ബാലൻസ് ഷീറ്റിലെ അസറ്റ്സ് ആയിട്ട് നമുക്ക് കാണിക്കാനുള്ള ഐറ്റംസ്. സോ ഇനി എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 11,346,346 ആണെന്ത് അസറ്റ്സ് വരുന്ന ടോട്ടൽ എമൗണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റീസ് കൂടി നോക്കണം. ഈ ഒരു എമൗണ്ട് നമുക്ക് അവിടെയും കിട്ടുമെന്ന് നോക്കണം. സോ നെക്സ്റ്റ് ലയബിലിറ്റീസ്. സോ നെക്സ്റ്റ് ലയബിലിറ്റീസ് ആണ്. നമുക്ക് നോട്ട്സ് അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ പിന്നെ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും പ്രിപ്പയർ ചെയ്ത് സിമ്പിൾ ആണ്. സോ ലയബിലിറ്റീസ് ആയി നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഏതായിരുന്നു, ഇക്വിറ്റി അല്ലെ. ഇക്വിറ്റി കാണിക്കുമ്പോൾ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ കാണിക്കേണ്ട ഏത് മാത്രം കാണിച്ചാൽ മതി, കറണ്ട് ഇയറിൽ അഥവാ നമ്മുടെ പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രം കാണിച്ചാൽ മതി. ദാറ്റ് ഈസ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 6 lakh. പിന്നീടുള്ളത് ഏതാണ്, അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റിയിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് ആണ് നമ്മൾ എഴുതുന്ന ഒരേ ഐറ്റം, റിസർവ് ആൻഡ് സർപ്ലസ്. സോ റിസർവ് ആൻഡ് സർപ്ലസിൽ എംപ്ലോയീസ് ബെനഫിറ്റ് ഫണ്ട് ഉണ്ട്. പിന്നീട് നമ്മൾ സർപ്ലസിന്റെ കാൽക്കുലേഷൻസ് അല്ലെ, പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും എമൗണ്ട് ആഡ് ചെയ്തു, അതിന് ഡിവിഡന്റ് ആൻഡ് CDT ലെസ് ചെയ്ത്. സോ ആ ഒരു എമൗണ്ടിനോട് കൂടി നമ്മൾ എംപ്ലോയീസ് ബെനഫിറ്റ് ഫണ്ട് കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. സോ ആ എമൗണ്ട് തന്നിട്ടുള്ളത് 59,467. നെക്സ്റ്റ് അപ്പോൾ ഇക്വിറ്റി ആയി, അതർ ഇക്വിറ്റി ആയി. ഇക്വിറ്റി കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് നോൺ കറണ്ട് ലയബിലിറ്റി അല്ലെ. നോൺ കറണ്ട് ലയബിലിറ്റിയിൽ നമുക്ക് വരുന്ന ഒരു ഐറ്റം എന്താണ്, പ്രിഫറൻസ് ഷെയർ മാത്രമേ ഉള്ളൂ അല്ലെ. സോ പ്രിഫറൻസ് ഷെയർ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ ലയബിലിറ്റി നോട്ട് ചെയ്യാം. ഫിനാൻഷ്യൽ ലയബിലിറ്റി കമ്പനിയുടെ എന്താണ് ഫിനാൻഷ്യൽ ബാധ്യത, ആ ഫിനാൻസ് കൊടുത്തു തീർക്കാനുള്ളതല്ലേ. സോ ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ് എത്ര വരുന്നത്, 3 lakh അല്ലെ. 30,000 shares of rupees 10 each ആയിരുന്നു, ദാറ്റ് ഈസ് 3 lakh. ഇനി എന്താണ് കറണ്ട് ലയബിലിറ്റീസ്. സോ കറണ്ട് ലയബിലിറ്റീസ് വരുന്ന ഒന്നാമത്തെ ഐറ്റം ഏതാണ്, ട്രേഡ് പേയബിൾ. ട്രേഡ് പേയബിൾ ആണ് ഫസ്റ്റ് ഐറ്റം. സോ ട്രേഡ് പേയബിൾ മീൻസ് ക്രെഡിറ്റേഴ്സ് അല്ലേ. സോ ക്രെഡിറ്റേഴ്സ് എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1,29,640 ആണെന്ത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ്. സോ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് എന്താണ്, അതർ കറണ്ട് ലയബിലിറ്റീസ്. അതർ കറണ്ട് ലയബിലിറ്റീസിൽ ഒരു വേജസും അതേപോലെ തന്നെ CDT ഓൺ പ്രിഫറൻസ് ഷെയർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് അതിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 17,156. ഫൈനലി ഏത് കൂടി ഉണ്ട്, നമ്മുടെ CDT ഓൺ ഇക്വിറ്റി ഷെയർ കാണിച്ച പ്രൊവിഷൻ ഉണ്ട്. സോ പ്രൊവിഷന്റെ CDT ഓൺ ഇക്വിറ്റി ഷെയർ ഇസ് ഈക്വൽ ടു 3,083. സോ 3 ആണ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ലയബിലിറ്റീസ് ഒന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് 11,09,346. സോ ബാലൻസ് ഷീറ്റിന്റെ 2 സൈഡും ഈക്വൽ ആണ്. സോ 3 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മറ്റു ക്വസ്റ്റ്യൻസിന്റെ ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ളത് 2 എന്ത് തന്നിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും തന്നിട്ടുണ്ട്. സോ അതിന്റെ CDT ആൻഡ് ഡിവിഡന്റ് ട്രീറ്റ്മെന്റ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് സെപ്പറേറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ, പർച്ചേസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കാണാനില്ല. പിന്നീടുള്ള മറ്റൊരു വ്യത്യാസം നമുക്ക് സെയിൽസ് നല്ല തന്നിട്ടുള്ളത് അല്ലെ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് നേരിട്ട് സെയിൽസ് എന്ന് പറയുന്നതിന് പകരം ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. സോ
അങ്ങനെയുള്ള ചെറിയ ഡിഫറൻസസ് ഉണ്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റിനുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നീട് പറഞ്ഞത് എന്താണ്, നമ്മുടെ ടാക്സിനെയും റിസർവിനെയും ഒക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. സോ ടാക്സും കാണിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നമ്മൾ ടാക്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ടാക്സ് നമ്മൾ എവിടെ കാണിക്കും, നമ്മുടെ പ്രൊവിഷൻസിൽ കാണിക്കും. അത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.